പറയാനുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അത് പറയുന്നതിന് മുൻപ് നമുക്കൊരു ചെറിയ വീഡിയോ ഒന്ന് കാണാം. ഒടുവിൽ 9-ാം നാളിൽ കന്യാസ്ത്രീകൾക്ക് ജാമ്യം കിട്ടിയപ്പോൾ ദുർഗിൽ കണ്ടത് ക്രെഡിറ്റിനു വേണ്ടിയുള്ള നെട്ടോട്ടം. ഇല്ലാത്ത മതപരിവർത്തന കുറ്റം ചുമത്തി ജയിലിലിട്ടത് ഛത്തീസ്ഗഡിലെ BJP സർക്കാർ. അതും പോരാഞ്ഞ് മനുഷ്യക്കടത്ത് കുറ്റവും കൂട്ടിച്ചേർത്തത് ഛത്തീസ്ഗഡിലെ BJP സർക്കാർ. സെഷൻസ് കോടതിയിൽ നിന്ന് NIA കോടതിയിലേക്ക് കേസ് മാറ്റാൻ ആവശ്യപ്പെട്ടതും ഛത്തീസ്ഗഡിലെ BJP സർക്കാർ. ജാമ്യം കൊടുക്കരുത് എന്ന് മജിസ്ട്രേറ്റ് കോടതിയിൽ പറഞ്ഞതും ഛത്തീസ്ഗഡിലെ BJP സർക്കാർ. ആൾക്കൂട്ട വിചാരണ നടത്തിയത് ഛത്തീസ്ഗഡിലെ BJP സർക്കാരിന് പിന്തുണ നൽകുന്ന ബജ്രംഗ് ദൾ. ഗുരുതര കുറ്റമെന്നാരോപിച്ചത് BJPയുടെ ഛത്തീസ്ഗഡിലെ മുഖ്യമന്ത്രി. ഇന്നുപോലും ഡിജിറ്റൽ മാധ്യമങ്ങളിൽ കന്യാസ്ത്രീകളെ ആക്ഷേപിച്ചത് ഛത്തീസ്ഗഡിലെ BJP. ക്രൈസ്തവ സഭാധ്യക്ഷന്മാർക്കെതിരെ നിലപാടെടുക്കുന്നത് കേരളത്തിലെയും സംഘപരിവാറിന്റെ സംഘങ്ങൾ. അറസ്റ്റ് ചെയ്തതും നിങ്ങൾ, ജാമ്യം നിഷേധിച്ചതും നിങ്ങൾ, ഒടുവിൽ ജാമ്യം കിട്ടിയപ്പോൾ ക്രെഡിറ്റ് എടുക്കാൻ ഓടി വരുന്നതും നിങ്ങൾ. ലജ്ജയില്ലേ ക്രെഡിറ്റ് എടുക്കാൻ എന്നാണ് ചോദ്യം. ഛത്തീസ്ഗഡിൽ അറസ്റ്റിലായ കന്യാസ്ത്രീകൾക്ക് ജാമ്യം ലഭിച്ചതുമായി ബന്ധപ്പെട്ട് റിപ്പോർട്ടർ TVയിൽ കഴിഞ്ഞ ദിവസം നടന്ന മാധ്യമ ചർച്ചയിൽ ആ ചർച്ച നയിച്ച ഡോക്ടർ അരുൺകുമാറിന്റെ ഇൻട്രോ വീഡിയോ ആണിത്. സത്യം പറഞ്ഞാൽ ഈ ഇൻട്രോ കേൾക്കുന്ന ഏതെങ്കിലും ഒരു BJPക്കാരനോ ബജ്രംഗ് ദൾക്കാരനോ ഈ ചർച്ചയിൽ തുടർന്ന് സംസാരിക്കുവാനിരിക്കുമോ? ഞാനാണെങ്കിൽ ഇരിക്കില്ല. കാരണം ഇത് കേൾക്കുമ്പോൾ തന്നെ എനിക്കറിയാം എന്നെ കൊല്ലാനുള്ള ഉദ്ദേശത്തോടു കൂടിയാണ് ഈ ചർച്ചയ്ക്ക് എന്നെ ക്ഷണിച്ചിരിക്കുന്നത് എന്ന്. വെറും കൊലപാതകമല്ല, ഇഞ്ചിഞ്ചായി കൊല്ലുന്ന പരിപാടിയായിരിക്കും എന്നുള്ളതും എനിക്ക് മനസ്സിലാകും. എനിക്ക് മാത്രമല്ല, സാമാന്യ ബോധമുള്ള ആർക്കും അത് മനസ്സിലാകും. എന്നിട്ടും ഒരു സുഹൃത്ത് ഈ ചർച്ചയിൽ പങ്കെടുത്തു. അരുൺകുമാർ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടിട്ടുണ്ടെന്ന്. അനൂപ് ആന്റണിയുടെ അനൂപടി എന്നും പറഞ്ഞുകൊണ്ട് ഞങ്ങളുടെ സംസ്ഥാന ജനറൽ സെക്രട്ടറിയെ കുറിച്ച് കുമ്മനടി എന്ന് പറഞ്ഞപ്പോൾ ഞങ്ങളുടെ ബഹുമാനായിട്ടുള്ള നേതാവിനെ കുറിച്ചും ഇന്നത്തെ ജനറൽ സെക്രട്ടറിയെ കുറിച്ചും അനൂപടി എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ കാണിച്ചിട്ടുള്ളതാണ്. നിങ്ങൾ ഉയർത്തി കാണിച്ചിട്ട് കാര്യമില്ല. തോളിൽ രണ്ട് കൈകൾ വരുന്ന കാഴ്ച നമ്മൾ കാണുന്നത്. ഒരു തോളിൽ രണ്ട് കൈകൾ വരുന്ന കാഴ്ച നാണമില്ലേ അഡ്വക്കേറ്റ് ഉല്ലാസ് ബാബു? എന്നിട്ട് 12,000 കിലോമീറ്റർ ഓടിയത്രേ. 12,000 കിലോമീറ്റർ ഓടിയെന്നാണോ ഈ പറയുന്നത്? എന്താണ് ഉല്ലാസ് ബാബു? ഉല്ലാസ് ബാബു, നിങ്ങൾ നിങ്ങളുടെ സംസ്കാരത്തിനനുസരിച്ച് സംസാരിച്ചോളൂ. നിങ്ങൾ നിങ്ങളുടെ സംസ്കാരത്തിനനുസരിച്ച് സംസാരിച്ചോളൂ. അത് അഡ്വക്കേറ്റ് ഉല്ലാസ് ബാബു, ഒറ്റ കാര്യമേ എനിക്ക് താങ്കളോട് ചോദിക്കാനുള്ളൂ. ഒരാളുടെ തോളിൽ ഒരാൾ കൈവച്ച് നിൽക്കുമ്പോൾ അയാളെ തന്റെ സഹോദരനെ വിളിച്ച് റോജിയുടെ മാറത്ത് ചാരി നിൽക്കുമ്പോൾ അനൂപ് ആന്റണി എന്ന് പറയുന്ന BJPയുടെ നേതാവ് അയാളുടെ തോളിൽ കൈയിടാൻ നടത്തുന്ന ശ്രമം അത്യന്തം അപഹാസ്യമായിരുന്നു. അതാണ് നമ്മൾ കണ്ടത്. ആ ദൃശ്യങ്ങൾ താങ്കൾക്ക് വേണമെങ്കിൽ ഒരിക്കൽ കൂടി കാണാം. അത് താങ്കൾക്ക് എങ്ങനെ അറിയാം? താങ്കൾ മനഃപൂർവ്വം അനൂപിനെ കളിയാക്കാൻ വേണ്ടിയിട്ട് ചോദിച്ചതാണെന്ന് എനിക്കറിയാം. ഇത് താങ്കൾ മനഃപൂർവ്വം അനൂപ് ആന്റണിയുടെ ഈ ദൃശ്യങ്ങൾ എന്നെ കൊണ്ട് കാണിപ്പിക്കാൻ വേണ്ടി ചോദിച്ചതാണെന്ന് എനിക്കറിയാം. ആരാണ് മാനവ തസ്കരും? ഹെഡ്സെറ്റ് ഊരി കളഞ്ഞിട്ടാണ് ഉല്ലാസ് ബാബുവിന്റെ പ്രകടനം. പ്രിയപ്പെട്ട പ്രേക്ഷകർ കാണൂ. ഛത്തീസ്ഗഡിലെ BJP അദ്ദേഹത്തിന്റെ ശബ്ദം കുറച്ചുള്ളൂ. ഹെഡ്സെറ്റ് ഊരി കളഞ്ഞ ആളുടെ ശബ്ദം പിന്നെ നമ്മൾ എന്തിനാ കേൾപ്പിക്കുന്നത്? ഇവിടുന്ന് അങ്ങോട്ടും കൂടി കേൾക്കാൻ പറ്റണ്ടേ? ഇത് BJPയുടെ മൻ കി ബാത്ത് അല്ലല്ലോ. ഉല്ലാസ് ബാബുവിന്റെ മൻ കി ബാത്ത് അല്ലേ ഈ പരിപാടി? ഉല്ലാസ് ബാബുവിന് കേൾക്കാൻ പറ്റുന്നുണ്ടോ? ഇപ്പോൾ കേൾക്കുന്നുണ്ടെങ്കിൽ ഉല്ലാസ് ബാബു, ഈ മാനവ തസ്കരും കെ ചരണോമേ കോൺഗ്രസ് പാർട്ടി ദാബോയി, ആ ചോദ്യത്തിന് ഉത്തരമില്ലാതെ ഉല്ലാസ് ബാബു ഇറങ്ങിപ്പോയി. മാനവ തസ്കരോം കെ ചരണോമേം കോൺഗ്രസ് പാർട്ടി, മാനവ തസ്കരോം എന്നെഴുതി ഈ കന്യാസ്ത്രീകളുടെ ഫോട്ടോ ഇട്ട് പ്രദർശിപ്പിച്ചത് ഇന്ന് രാവിലെ ഛത്തീസ്ഗഡിലെ BJP എന്ന് പറയുന്ന പാർട്ടിയാണ്. ഛത്തീസ്ഗഡിലെ BJP പാർട്ടിയും ഉല്ലാസ് ബാബുവിന്റെ പാർട്ടിയും ഒന്ന് തന്നെയാണോ? ഒറ്റ ചോദ്യം എനിക്കുണ്ടായിരുന്നുള്ളൂ. ഉല്ലാസ് ബാബുവിന് മറുപടിയില്ല. പ്രേക്ഷകർക്ക് ഒഴിഞ്ഞു കിടക്കുന്ന ആ ഫ്രെയിം കാണാം. അവിടെയാണ് BJPയുടെ നേതാവ് ഈ ചോദ്യത്തിന് ഉത്തരം പറയാൻ ഉണ്ടായിരുന്നത്. അതൊരു സാങ്കല്പിക ഉത്തരമായിട്ട് അവിടെ നിൽപ്പുണ്ട്. ഉത്തരം പറയാൻ ആ കസേരയിൽ ഉല്ലാസ് ബാബു ഇല്ല. ആ സുഹൃത്ത് ഈ ചർച്ചയിൽ നിന്ന് ഇറങ്ങി പോകുന്നതിന് മുൻപുള്ള കുറച്ച് ഭാഗങ്ങളാണ് നമ്മളിപ്പോൾ കണ്ടത്. അതായത് പുള്ളിക്ക് ഈ സംഭവവുമായി ബന്ധപ്പെട്ട്, അതായത് ഛത്തീസ്ഗഡിൽ കന്യാസ്ത്രീകളെ അറസ്റ്റ് ചെയ്തത്, കേരളത്തിൽ നിന്ന് ശക്തമായ പ്രതിഷേധം ഉയർന്നത്, BJP ആകെ പ്രതിസന്ധിയിലായത്, ഒടുവിൽ കന്യാസ്ത്രീകൾക്ക് ജാമ്യം കിട്ടിയപ്പോൾ ആ ജാമ്യം വാങ്ങിച്ചു കൊടുത്തത് തങ്ങളാണ് എന്ന് വരുത്തി തീർക്കാൻ BJP നേതാവായ അനൂപ് ആന്റണി ഉൾപ്പെടെയുള്ളവർ അവിടെ ചെന്ന് ഷോ കാണിച്ച സംഭവവുമായി ബന്ധപ്പെട്ടും ഈ ചർച്ചയിൽ നിന്ന് ഇറങ്ങിപ്പോയ ഉല്ലാസ് ബാബുവിന് ഒന്നും പറയാനില്ല എന്നുള്ളതാണ് സത്യം. പക്ഷേ എന്തെങ്കിലും ചോദിക്കുമ്പോൾ ഒന്നും മിണ്ടാതെ ഇരുന്നാൽ അത് നാണക്കേടാണ്. അതുകൊണ്ട് ഒരു പ്രശ്നമുണ്ടാക്കി കുറച്ച് ഉച്ചത്തിൽ സംസാരിച്ച് ചർച്ചയിൽ നിന്നും പുള്ളി ഇറങ്ങിപ്പോവുകയായിരുന്നു. ഹോട്ടലിൽ കയറി ആഹാരം കഴിച്ചിട്ട് കാശ് കൊടുക്കാനില്ലാതെ വരുമ്പോൾ ആഹാരത്തിൽ പാറ്റയെ പിടിച്ചിട്ട് കാണിക്കുന്ന ഒരു പരിപാടി ഉണ്ടല്ലോ, അതുപോലെ തന്നെയാണ് നമ്മളിവിടെയും കണ്ടത്. അപ്പോൾ പറഞ്ഞു വന്നത്,
ഇതൊക്കെയാണ് നിലവിലെ സാഹചര്യം എന്ന് സൂചിപ്പിക്കാൻ വേണ്ടി ചൂണ്ടിക്കാണിച്ച കുറച്ച് കാര്യങ്ങൾ മാത്രമാണ്. ഇനി യഥാർത്ഥ കാര്യത്തിലേക്ക് വരാം. അതായത് ഞാനിവിടെ പറയാൻ ഉദ്ദേശിച്ച കാര്യത്തിലേക്ക്. കന്യാസ്ത്രീകളുടെ അറസ്റ്റ് നടന്നത് ഛത്തീസ്ഗഡിലാണെങ്കിലും അത് രാഷ്ട്രീയപരമായി ബാധിക്കുന്നത് കേരളത്തിലാണ്. കേന്ദ്രം ഭരിക്കുന്നത് BJP സർക്കാർ, ഛത്തീസ്ഗഡ് ഭരിക്കുന്നതും BJP സർക്കാർ, കേരളം ഭരിക്കുന്നത് ഇടതുപക്ഷ സർക്കാർ, കേരളത്തിലെ പ്രതിപക്ഷം കോൺഗ്രസ് നയിക്കുന്ന മുന്നണി. കേരളീയരായ 2 കന്യാസ്ത്രീകളെ BJP ഭരിക്കുന്ന ഛത്തീസ്ഗഡിൽ അറസ്റ്റ് ചെയ്തപ്പോൾ കന്യാസ്ത്രീകളുടെ നാടായ കേരളത്തിൽ BJPയും ക്രിസ്തു മതത്തിലെ ചിലരും ഉറ്റ ചങ്ങാതികളാണ്. ഈ അടുത്ത കാലത്താണ് ഈ ചങ്ങാത്തം രൂപപ്പെട്ടത്. വ്യക്തമായി പറഞ്ഞാൽ ഈ ലവ് ജിഹാദ് വാർത്തകളൊക്കെ വന്ന ആ സമയത്ത് കേരളത്തിൽ മുഖ്യധാരയിൽ നിൽക്കുന്ന 3 പ്രധാനപ്പെട്ട മതങ്ങൾ, അതിൽ 2 സെമിറ്റിക് മതങ്ങളും മറ്റൊന്ന് ബഹുദൈവ ആരാധനയിൽ വിശ്വസിക്കുന്ന മതവും. ഈ 3 മതത്തിൻ്റെയും പേര് പറഞ്ഞ് അതത് മതത്തിലെ ചിലർ നടത്തുന്ന പേക്കൂത്തുകളാണ് ഇപ്പോൾ മലയാളികളെ സംബന്ധിച്ച് വലിയ തലവേദനയായിരിക്കുന്നത്. സെമിറ്റിക് മതങ്ങളിലെ ഒരു മതത്തെ, അതായത് ഇസ്ലാം മതത്തെ എതിരാളികളാക്കിക്കൊണ്ട് രണ്ടാമത്തെ സെമിറ്റിക് മതമായ ക്രൈസ്തവ മതവും ബഹുദൈവ ആരാധനയിൽ വിശ്വസിക്കുന്ന ഹിന്ദു മതവും ചേർന്ന് വലിയ നീക്കങ്ങളാണ് കേരളത്തിൽ നടത്തുന്നത്. ഞാൻ ഈ ഇസ്ലാം മതം, ഹിന്ദു മതം, ക്രൈസ്തവ മതം എന്നൊക്കെ പറയുമ്പോൾ ആ മതങ്ങൾ ഒന്നാകെയാണ് ഈ ചെറ്റത്തരം കാണിക്കുന്നത് എന്ന് വിചാരിക്കരുത്. ആ മതങ്ങളുടെ പേര് പറഞ്ഞ്, അതായത് മതങ്ങൾക്കുള്ളിലെ ചില തൽപര കക്ഷികളാണ് ഈ കുത്തിത്തിരിപ്പും കുതികാൽ വെട്ടും കൊണ്ട് നടക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ട നുണപ്രചരണങ്ങളും മറ്റും ക്രൈസ്തവർക്കിടയിൽ BJPക്ക് വലിയ രീതിയിലുള്ള സ്വാധീനം ഉണ്ടാക്കി കൊടുത്തിരുന്നു. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തൃശ്ശൂർ ലോക്സഭാ മണ്ഡലത്തിൽ സുരേഷ് ഗോപി വിജയിച്ചതും ഈ പറയുന്ന ക്രൈസ്തവരുടെ വോട്ടുകൾ കൊണ്ടാണ്. അങ്ങനെ 2 കൂട്ടരും ഒരേ മനസ്സോടെ ഒരുമിച്ച് പോകുന്ന ഈ സാഹചര്യത്തിലാണ് 2 ക്രൈസ്തവ കന്യാസ്ത്രീകളെ ഛത്തീസ്ഗഡിൽ വെച്ച് BJP സർക്കാർ അറസ്റ്റ് ചെയ്യുന്നത്. അതോടെയാണ് ഈ സംഭവം വലിയൊരു ട്വിസ്റ്റിലേക്ക് കടന്നത്. ഇത്രയും നാൾ തങ്ങൾ വിശ്വസിച്ച് സ്നേഹം നൽകി കൂടെ കൊണ്ടു നടന്ന BJP തങ്ങളെ ചതിക്കുകയായിരുന്നു എന്ന് കേരളത്തിലെ ഈ പറയുന്ന BJPയുമായി കൂട്ടുകൂടിയ ക്രൈസ്തവർക്ക് അപ്പോഴാണ് മനസ്സിലായത്. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ BJPക്ക് തൃശ്ശൂരിൽ ജയിക്കാൻ കഴിഞ്ഞത് ക്രൈസ്തവരുടെ വോട്ടുകൾ കൊണ്ടാണെന്നുള്ള കാര്യം നമുക്കെല്ലാവർക്കും അറിയാം. തൃശ്ശൂരിലെ ക്രൈസ്തവ വിഭാഗം സുരേഷ് ഗോപിയെ കൈയയച്ച് സഹായിച്ചിരുന്നു. എന്നാൽ അതേ ക്രൈസ്തവ വിഭാഗം ഇപ്പോൾ വലിയ ദുഃഖത്തിലാണ്. കാരണം കന്യാസ്ത്രീകൾ അറസ്റ്റ് ചെയ്യപ്പെട്ടു എന്ന വാർത്ത പുറത്തു വരികയും അതുമായി ബന്ധപ്പെട്ട നിരവധി ചർച്ചകളും മറ്റും സമൂഹത്തിൽ ഉയരുകയും ചെയ്തെങ്കിലും ഒരു വാക്ക് പോലും തങ്ങൾ മുൻകൈയെടുത്ത് ജയിപ്പിച്ചുവിട്ട സുരേഷ് ഗോപി ഇക്കാര്യത്തിൽ മൊഴിഞ്ഞിട്ടില്ല. എനിക്ക് വോട്ട് ചെയ്താൽ ഞാൻ നിങ്ങളെ നോക്കിക്കൊള്ളാം എന്ന് പറഞ്ഞ വ്യക്തിയാണ് ഈ സുരേഷ് ഗോപി. അതേ സുരേഷ് ഗോപി പ്രതിനിധീകരിക്കുന്ന പാർട്ടി തന്നെയാണ് കന്യാസ്ത്രീകളെ ഉത്തരേന്ത്യൻ സംസ്ഥാനത്ത് വച്ച് അറസ്റ്റ് ചെയ്തത്. ഇതൊക്കെ കൊണ്ട് തന്നെയാണ് സുരേഷ് ഗോപിയെ സഹായിച്ച തൃശ്ശൂരിലെ ജനങ്ങൾ ദുഃഖത്തിലാണ് എന്ന് പറഞ്ഞത്. എന്നാൽ ആ ദുഃഖം ഇപ്പോൾ ദേഷ്യത്തിലേക്ക് വഴിമാറിയിരിക്കുന്നു. അതായത് തൃശ്ശൂരിൽ സുരേഷ് ഗോപി വിജയിച്ചത് തങ്ങളുടെ തെറ്റുകൾ കൊണ്ടാണെന്ന് തൃശ്ശൂരിലെ ജനങ്ങൾ വിശ്വസിച്ച് തുടങ്ങിയിരിക്കുന്നു. മാത്രമല്ല, ഇനി ഒരിക്കൽ കൂടി സുരേഷ് ഗോപി തൃശ്ശൂരിൽ മത്സരിക്കാൻ വന്നാൽ ആ കാര്യം ഞങ്ങൾ നോക്കിക്കൊള്ളാമെന്ന് തൃശ്ശൂരിലെ ജനങ്ങൾ പരസ്യമായി പറയാനും പഠിച്ചിരിക്കുന്നു. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തൃശ്ശൂർ മണ്ഡലം പിടിച്ചതുപോലെ വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ തൃശ്ശൂരിലെ ഏകദേശം നിയമസഭാ മണ്ഡലങ്ങളും പിടിക്കാമെന്ന മോഹവും ഉള്ളിലിട്ട് കാത്തിരിക്കുമ്പോഴാണ് ഈ കന്യാസ്ത്രീ വിഷയം പെട്ടെന്ന് കയറി വരുന്നത്. എന്തായാലും സംഭവം വിവാദമായിരുന്നു എന്നുള്ളത് നേരെ. പക്ഷേ നിലവിൽ പുറത്തു വരുന്ന വിവരങ്ങൾ അനുസരിച്ച് തൃശ്ശൂരിലെ കാര്യങ്ങൾ മുഴുവൻ ഇപ്പോൾ കീഴ്മേൽ മറിഞ്ഞിരിക്കുകയാണ്. എന്നുവെച്ചാൽ BJPയുടെ കാര്യത്തിൽ ലൂർദ് മാതാവിൻ്റെ പള്ളിയിൽ ചെന്ന് സ്വർണ്ണക്കിരീടം മാതാവിൻ്റെ തലയിൽ വച്ച് നൽകി ക്രൈസ്തവ സമൂഹത്തിനൊപ്പം ഇനി ഞങ്ങളുണ്ടെന്ന് പ്രഖ്യാപിച്ച BJP നേതാവായിരുന്നു സുരേഷ് ഗോപി. കൊടുത്തത് സ്വർണ്ണക്കിരീടമാണോ വേറെ ഏതെങ്കിലും ലോഹക്കിരീടമാണോ എന്നൊക്കെയുള്ള ചർച്ചകൾ നടന്നിരുന്നു. വലിയ ഭൂരിപക്ഷത്തിൽ തൃശ്ശൂരിൽ ജയിച്ചതിനെ തുടർന്ന് വീണ്ടും മാതാവിൻ്റെ അടുത്തെത്തി സ്വർണ്ണക്കൊന്ത കഴുത്തിലിട്ട് കൊടുത്ത് ക്രൈസ്തവർക്കൊപ്പം ഞങ്ങളുണ്ട് അല്ലെങ്കിൽ ഞാനുണ്ട് എന്ന എഗ്രിമെൻ്റ് വീണ്ടും പുതുക്കിയ ആളുകൂടിയാണ് സുരേഷ് ഗോപി. കന്യാസ്ത്രീ വിഷയത്തിൽ സുരേഷ് ഗോപി തൃശ്ശൂരിലെന്നല്ല കേരളത്തിൽ പോലും കണ്ടില്ല. പുള്ളിക്കാരൻ ആരോടെങ്കിലും ഇതിനെക്കുറിച്ച് സംസാരിച്ചോ എന്നുള്ളതും കന്യാസ്ത്രീകൾക്ക് ജാമ്യം കിട്ടാനുള്ള എന്തെങ്കിലും നീക്കങ്ങൾ നടത്തിയോ എന്നൊക്കെയുള്ളത് ഇനി വരും ദിവസങ്ങളിൽ മാത്രമേ അറിയാൻ കഴിയൂ. ഈ പുള്ളി തന്നെ മിക്കവാറും മാധ്യമങ്ങൾക്ക് മുന്നിലെത്തും. അന്നത്തെ ദിവസം എനിക്ക് ഉറങ്ങാൻ കഴിഞ്ഞില്ല, രാവിലെ ഞാൻ ഡൽഹിയിൽ പോയി അമിത്ഷായെ കണ്ടു, നരേന്ദ്രമോദിയെ നേരിട്ട് കണ്ടു, NIA ഡയറക്ടറെ നേരിട്ട് കണ്ടു എന്നൊക്കെ പറയും. കാരണം തൃശ്ശൂരിലെ ജനങ്ങളെ വിശ്വസിപ്പിച്ച് എതിക്കേണ്ടത് പുള്ളിയുടെ ചുമതലയാണ്. അത് പുള്ളി ചെയ്യാൻ ശ്രമിക്കും. പക്ഷേ തൃശ്ശൂരിലെ ജനങ്ങൾ ചിലത് തീരുമാനിച്ചുറപ്പിച്ച മട്ടാണ്. സുരേഷ് ഗോപി എന്ന BJPക്കാരനെ ജയിപ്പിച്ചു വിട്ട തെറ്റ് അവർ തിരുത്താൻ പോവുകയാണെന്ന് തോന്നുന്നു. ഛത്തീസ്ഗഡിലെ കന്യാസ്ത്രീകൾ നേരിട്ടതും രാജ്യത്തെ മറ്റ് ന്യൂനപക്ഷ പിന്നോക്ക ആദിവാസി ദളിത് സമൂഹം അനുഭവിക്കുന്നതുമായ അവഗണനകളും
പീഡനങ്ങളും അവസാനിപ്പിക്കണമെന്നാവശ്യപ്പെട്ട് തൃശ്ശൂരിലെ നാഷണൽ ലീഗ് ജില്ലാ കമ്മിറ്റി 2 ദിവസം മുൻപ് വലിയൊരു പ്രതിഷേധം സംഘടിപ്പിച്ചിരുന്നു. അന്ന് ജാമ്യം ലഭിക്കാതെ ജയിലിൽ കഴിഞ്ഞിരുന്ന കന്യാസ്ത്രീകൾക്ക് നീതി ലഭിക്കണമെന്നാവശ്യപ്പെട്ട് സയ്യിദ് ഷബീൽ ഐദ്രൂസി തങ്ങൾ, ജെയിംസ് കാഞ്ഞിരത്തിങ്കൽ, ഷാജി പള്ളം എന്നിവരാണ് തൃശ്ശൂരിൽ ഉപവാസം നടത്തിയത്. മലബാർ ഇൻഡിപെൻഡൻസ് സിറിയൻ ചർച്ച് സുപ്രീം ഹെഡ് സിറിൽ മാർ ബെസലിയോസ് മെത്രോപ്പൊലിത്ത നേരിട്ടെത്തി പരിപാടിയിൽ സംബന്ധിക്കുകയും ന്യൂനപക്ഷ ദളിത് പിന്നോക്ക ജനവിഭാഗങ്ങൾക്ക് നേരെ രാജ്യത്തുടനീളം അരങ്ങേറുന്ന ആൾക്കൂട്ട വിചാരണയും അതിക്രമങ്ങളും അങ്ങേയറ്റം അപകടകരവും ലജ്ജാകരവുമാണെന്ന് എടുത്തു പറയുകയും ചെയ്തു. കൂടാതെ മറ്റൊരു കാര്യം കൂടി ചൂണ്ടിക്കാട്ടി. ഭരണഘടന ഉറപ്പു നൽകുന്ന പൗരന്മാരുടെ അവകാശങ്ങളും സ്വാതന്ത്ര്യവും തടയപ്പെട്ടുകൊണ്ടിരിക്കുന്നു എന്നുള്ളത്. എനിക്ക് തോന്നുന്നത് ഭരണ നേതൃത്വത്തിൻ്റെ അറിവോടും സമൂഹത്തോടും കൂടിയാണ് ഈ ന്യൂനപക്ഷങ്ങൾക്കെതിരെ ഉള്ളതായ ഈ പീഡനങ്ങളും ഉപദ്രവങ്ങളും കുറച്ച് 6-7 വർഷങ്ങളായിട്ട് തന്നെ തുടർന്നു വരുന്ന ഒരു പ്രവണതയാണിത്. ഏതായാലും ഇതൊരിക്കലും നീതീകരിക്കപ്പെടുവാനായിട്ട് സാധ്യമല്ല. ഒരു ഭാഗത്ത് സ്നേഹം നൽകുകയും മറുഭാഗത്ത് പീഡിപ്പിക്കുകയും ചെയ്യുന്ന ന്യൂനപക്ഷാംഗങ്ങളെ, അത് ക്രൈസ്തവരായാലും മുസ്ലിംസ് ആയാലും മറ്റാരായാലും, അവരെ സ്നേഹപുരസ്സരം അവരുടെ ഭവനങ്ങളിലോ അല്ലെങ്കിൽ മറ്റു സ്ഥലങ്ങളിലോ വന്ന് അവരെ അഭിസംബോധന ചെയ്ത് പാരിതോഷികം നൽകുകയോ മറ്റു ചെയ്തു മധുരപലഹാരങ്ങൾ വിളമ്പി ഒക്കെ സ്നേഹിക്കുന്ന ആ ഒരു പ്രകടനം കാഴ്ചവെച്ച് ക്രിസ്ത്യാനികൾ അല്ലെങ്കിൽ ന്യൂനപക്ഷങ്ങളെ പൊതുവായി ആക്രമിക്കുകയും ചെയ്യുന്ന ഒരു സംഭവ വികാസമാണ് ഇന്ന് കാണുന്നത്. ഒരു വിഭാഗത്തെ മറ്റൊരു വിഭാഗത്തിനെതിരെ തിരിച്ചുവിട്ടുകൊണ്ടിരിക്കുകയും ചെയ്യുന്നു ആസൂത്രിതമായ ശ്രമങ്ങളിലൂടെ. നമ്മൾ വിചാരിക്കും നമ്മോട് വെളിക്കച്ചിരിക്കുമ്പോൾ നമ്മൾ വിചാരിക്കും നമ്മോട് സൗഹൃദമാണെന്ന്. നമ്മുടെ കാര്യം നമുക്ക് കേക്കുകൾ തന്നോ മറ്റെന്തെങ്കിലും ഗിഫ്റ്റുകൾ തന്നോ നമ്മെ സന്തോഷിപ്പിക്കുമ്പോൾ നമ്മൾ വിചാരിക്കും നമ്മളുമായി സാഹോദര്യത്തിലാണ് എന്ന്. അതെല്ലാം നമ്മുടെ തെറ്റിദ്ധാരണകളാണ് എന്ന് തിരിച്ചറിയാൻ വലിയ ദാരുണ സംഭവങ്ങൾ ഒരുപക്ഷെ കാരണമായേക്കും. അങ്ങനെ ദാരുണ സംഭവങ്ങളിലൂടെ ഇത് തിരിച്ചറിയേണ്ടതില്ല. ഇന്നലകളുടെ ചരിത്രങ്ങളും ഇന്നിന്റെ യാഥാർത്ഥ്യവും മനസ്സിലാക്കി ഉൾക്കൊണ്ടുകൊണ്ട് തന്നെ ഈ കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാം. തൃശ്ശൂർ സംഘടിപ്പിച്ച ഈ വലിയ ജനപങ്കാളിത്തത്തോടെയുള്ള പരിപാടി BJPയെ, പ്രത്യേകിച്ചും സുരേഷ് ഗോപിയെ കുറച്ചൊന്നുമല്ല അസ്വസ്ഥമാക്കുക. തൃശ്ശൂരിലെ സകലമാന ജാതി മത രാഷ്ട്രീയ വിശ്വാസികളും ഒരുമിച്ച് കൊണ്ടാണ് സുരേഷ് ഗോപിയെ അന്നൊരു ജനപ്രതിനിധിയാക്കി ഉയർത്തിയത്. അതേ തൃശ്ശൂരിലെ ജനങ്ങൾ തന്നെയാണ് ഇപ്പോൾ ന്യൂനപക്ഷ വേട്ടയ്ക്കെതിരെയും സുരേഷ് ഗോപിയുടെ ഈ നിസ്സംഗഭാവത്തിനെതിരെയും രംഗത്ത് വന്നിരിക്കുന്നത്. ഞങ്ങൾക്ക് തെറ്റുപറ്റി എന്നവർ ആലോചിക്കുമ്പോൾ അതിനർത്ഥം തെറ്റ് പറ്റാതെ ഇനി നോക്കും എന്നു തന്നെയാണ്.